Hello friends, I am Abu. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗയ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ പ്രീവ്യൂ കണ്ടു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഷേക്ക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇത് കാണുക. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗയ്സ് നമുക്ക് സമയം വൈകിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നമ്മൾ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് വീഡിയോ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 സെക്കൻഡ് വീതം രണ്ട് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഫക്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഡിസ്റ്റോർഷൻ റാപ്പിൽ പോയിട്ട് നമ്മൾ ടൈൽസ് എന്നുള്ളൊരു എഫക്റ്റ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു മിറർ ജസ്റ്റ് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ഇത് നമ്മൾ അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. അതിൽ നമുക്കിവിടെ ഓട്ടോ ഷേക്ക് എന്നാണ്. ഈ ഒരു ഓട്ടോ ഷേക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ 0 ആയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇവല്യൂഷൻ നമുക്ക് 0 ആയിട്ടാണ് ഇപ്പെടുന്നത്. നമുക്ക് ചെയ്യാം. ഈ ഒരു സീഡും അതുപോലെ തന്നെ ഈ ആംഗിളും നമ്മൾ 0 ആയിട്ട് ഇടുക. സ്ലാക്ക് എന്നാണ് അതും നമ്മൾ 0 ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഇതൊക്കെ നമ്മൾ 0 ആയിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇവല്യൂഷനിലും ഈ ഒരു മാഗ്നിറ്റ്യൂഡിലും മാത്രമേ നമ്മൾ ചേഞ്ച് വരുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ നിങ്ങളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ടൊരു ക്ലിപ്പിൻ്റെ മിഡിലായിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും എൻഡിലുള്ളതിൻ്റെ വാല്യൂ നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം അതിൻ്റെ മിഡിലിൽ നിങ്ങൾ 0 ആയിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും ഫസ്റ്റിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവല്യൂഷൻ കാണാം. ഈ ഒരു ഇവല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഏകദേശം നമ്മൾ ഇവല്യൂഷൻ നമ്മൾ ഏകദേശം ഒരു 0.90 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തിട്ട് അതിൽ രണ്ടാമത്തെ കർവ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏകദേശം ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ശേഷം നമ്മൾ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കർവ് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ കൈസ് അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക. അപ്പോൾ കൈസ് നമുക്ക് ഏകദേശം ഷേക്ക് ഈ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലായിട്ടാണ്. ഇനി നിങ്ങൾക്ക് വെർട്ടിക്കലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഏകദേശം ഒരു 90 ഒക്കെ കൊടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, വെർട്ടിക്കൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്കിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് കൊടുത്തു കേട്ടോ. ഷെയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് വരിക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് റാസ്റ്റർ ട്രാൻസ്ഫോം എന്നാണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്കെയിലിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, മിഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് എൻഡിലൊക്കെ നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ട ഏകദേശം ഒരു 2.50 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2.50 ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിലും നമ്മൾ 2.50 ആയിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ നമ്മൾ ഈ രീതിയിൽ കർവ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ കർവ് സെറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ ഹൈലൈറ്റ് സെലക്ട് ചെയ്തിട്ട് എക്സ്പോഷർ ഗാമ സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ എക്സ്പോഷറിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, മിഡിലിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും എൻഡിൽ നിങ്ങൾ 1 ആയിട്ട് ഇട്ട് കൊടുക്കുക എക്സ്പോഷർ. അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൽ നിങ്ങൾ 1 ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ രീതിയിലായിട്ട് നിങ്ങൾ ഫസ്റ്റിൽ കർവ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ ഈ രീതിയിലായിട്ട് നിങ്ങൾ കർവ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരിക. ഇനി നമുക്ക് ഫൈനൽ ഇതിലേക്ക് ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനോട് ബാക്ക് വരിക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, മോഷൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ ഏകദേശം നമ്മളൊരു 0.50 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ ട്രാൻസിഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എഫക്ട്സ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ലെയറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മളൊരു ട്രാൻസിഷൻ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് അത്ര ഇന്നത്തെ വീഡിയോ. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു PKD Editz.